മ്യൂസിക്. നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. മുതലാളി വന്നേ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ച് അമ്മയുടെ ആ ഒരു എന്താണ് നിലപാടെന്താണ്? അത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല, അത് സർക്കാർ. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു ലെവലിൽ നടക്കുന്ന സർക്കാർ നിയോഗിച്ചൊരു കമ്മീഷനാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. അത് പബ്ലിഷ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സർക്കാരാണ്. ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. നമുക്ക് അമ്മയ്ക്ക് അതിനകത്ത് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. അത് അമ്മ സംഘടനയുമായിട്ടൊരു ബന്ധമുള്ള കാര്യമല്ല. അത് സിനിമ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. അപ്പോൾ അവര് സിനിമാ മേഖലയിലെ വിവിധ സിനിമയുടെ ഒരു കൃത്രിമമായ സങ്കുചിത ലോകമുണ്ട്. ആ ലോകത്തിനപ്പുറത്ത് വേറെ ലോകമില്ലാന്ന് ധരിക്കുന്ന ഒരു തരം റിപ്പ് ആൻഡ് വിങ്കിൾമാരാണ് ഇവർ. ഉള്ള ആളുകളെ വിളിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നും സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നും ഉള്ളതിനെ പറ്റിയിട്ട് അന്വേഷണം നടത്തുകയും എന്നിട്ട് ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സർക്കാരിന്റെ മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ചില തീരുമാനങ്ങൾ എടുക്കുകയും അങ്ങനെയാണ് അതിൽ അമ്മയ്ക്ക് പ്രത്യേകിച്ച് അതിനകത്തൊരു പങ്കില്ല. അത് പുറത്തു വിടണ്ടേന്ന് പറയേണ്ട അഭിപ്രായം പറയണ്ട. കാരണം അമ്മ സംഘടനയെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല അത്. അതുകൊണ്ടാണ് ആ സംഘടന എന്നുള്ളത് എപ്പോഴും അതിലെ അംഗങ്ങൾക്ക് ബാഹ്യലോകത്ത് നിന്ന് വരുന്ന ആപത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ള ഒരു കവചമാണ്. പരാതിക്കാര് ഉന്നയിച്ച പരാതികൾ അത് ന്യായമായ പരാതികളാണെങ്കിൽ തീർച്ചയായും പരിഹരിക്കപ്പെടേണ്ടതാണ്. സ്ത്രീകൾ നേരിട്ട ഗുരുതര അതിക്രമങ്ങളെക്കുറിച്ച് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്ക് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പരാതിയിൽ ചെറുവിരൽ അനക്കാൻ സംഘടന തയ്യാറായില്ല. പുറത്തു വന്നു എന്നുള്ളൊരു വാർത്തയിലൂടെയുള്ള അറിവല്ലാതെ എന്താണ് റിപ്പോർട്ടെന്നോ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. അപ്പൊ ഇത് ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിക്കുന്നതെന്നോ ഏത് കാര്യത്തിനാണ് മറുപടി പറയേണ്ടതെന്നതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല. ചില സ്ഥലത്ത് നിശബ്ദത ഒരു വലിയ അപരാധമാണ്, കുറ്റമാണ്. ഈ വിവരം ഒന്ന് അറിഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ റിപ്പോർട്ട് വിശദമായി പഠിച്ചിട്ട് എവിടെയാണ് മറുപടി പറയുന്നത്, എന്താണ് പറയുന്നത്, ഒന്നും അറിയാത്ത പോലെ മണ്ടം കളിക്കണ്ട. അയ്യോ സത്യമായിട്ട് എനിക്കറിയില്ല. എന്താണ്, എന്ത് രീതിയിലാണ് അങ്ങനെ വിവേചനം, ആർക്കാണ് ഉണ്ടായിട്ടുള്ളത്, ഇതിനെപ്പറ്റി ആരാണ് പരാതിപ്പെട്ടിട്ടുള്ളത്, ആർക്കെതിരെയാണ് പരാതി, ഇതൊക്കെ നമുക്കൊന്ന് വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ. അല്ലാതെ നമ്മളൊരു എന്തെങ്കിലും എവിടെന്നെങ്കിലും കേട്ടിട്ട് നമുക്ക് അതിനനുസരിച്ച് ഒരു മറുപടി പറയാൻ സാധിക്കില്ല. ആർക്കാണ് ആരോപണം? നാടൻ പ്രയോഗമുണ്ട്, ഉണ്ട ചോറിന് നന്ദി കാണിക്കുക, അതാണില്ല. എന്തിനാണ് അമ്മയെന്ന സംഘടന ഇനിയും മൗനം പാലിക്കുന്നത്? ആരെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്? ഇരകളെയോ അതോ വേട്ടക്കാരെയോ? പ്രതികരണം ആരാഞ്ഞത് അന്ന് സത്യത്തിൽ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഞങ്ങൾ നിർബന്ധപൂർവ്വം പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് അകത്ത് കയറി ആലോചിച്ചിട്ട് പുറത്ത് വന്ന് നിങ്ങൾ 3-4 പേര് പറഞ്ഞത് പ്രതികരിച്ചത്. അന്ന് പക്ഷെ പറഞ്ഞപ്പോൾ ആ കുന്നത ഉണ്ടായിരുന്ന ബാബുരാജ് പറഞ്ഞു അത് ഞങ്ങൾ പഠിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പ്രതികരിക്കാം. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അതൊട്ടും ഒരു ഉത്തരവാദിത്വമില്ലാത്ത മറുപടി ഇല്ലേ അന്ന് നടത്തിയത്. ഇപ്പൊ പറഞ്ഞു അമ്മയുടെ പരിപാടി കൊണ്ടാണ് 2 ദിവസം വൈകിയത്. അതിനിടയ്ക്ക് ഈ റിപ്പോർട്ട് പുറത്തു വന്നു. ഇതെന്താണെന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല. വാർത്തയിൽ റിപ്പോർട്ട് പുറത്തു വരുന്നു എന്ന് പറയുന്നു. അതിനൊരു സാവകാശം ചോദിച്ചു. എന്തൊരു നീചനാണ് പാവോടാവൻ. എന്താണ് തെറ്റ്? അതല്ലെങ്കിൽ 2 വർഷം മുന്നേ മന്ത്രി വിളിച്ച് ചർച്ച നടത്തിയതല്ലേ, അപ്പൊ ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത്. അമ്മയും കുറ്റപ്പെടുത്തിയിട്ടില്ല, അമ്മയിലെ അംഗങ്ങളെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒന്നും പറയാത്ത ഒരു റിപ്പോർട്ടിനെ ഞങ്ങൾ എന്തിന് കുറ്റപ്പെടുത്തി പറയണം? ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പരിപൂർണമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ സ്വാഗതം ചെയ്യുന്നു. അതിന്റെ